അപ്പോൾ നമ്മുടെ CDSൻ്റെയും അതുപോലെ തന്നെ NDയുടെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. UPSCൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ CDS അതുപോലെ തന്നെ UPSCയുടെ NDA ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാം ഒരേ സമയത്താണ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമീൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. രണ്ടിൻ്റെ സെയിം ടൈമിലാണ്. ഫസ്റ്റ് എക്സാമിനേഷൻ 2026 ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും എല്ലാം നടക്കാറുള്ള സെയിം ടൈമിലാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷൻ 2026 നടക്കാനായിട്ട് പോകുന്നത് വിവിധ സെൻറ്ററിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സെൻറ്റേഴ്സിൽ വെച്ചിട്ട് ഓൾ ഓവർ ഇന്ത്യ 12 ഏപ്രിൽ 2026 സാറ്റർഡേ ആണ് ഇത് നടക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ CDS നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള PYQ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് PYQ ആവശ്യമാണെങ്കിൽ താഴെ നേരെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു 11 രൂപ ഫീസിൽ ഏകദേശം 2023 ടു ഇതുവരെയുള്ള എല്ലാവിധ പേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് സൈറ്റിൽ കിട്ടുന്നത് തന്നെയാണ്. നമ്മളൊന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു ഫീഡാക്കുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. NDൻ്റെ അങ്ങനെ ആവശ്യമാണെങ്കിൽ അതും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 12-ാം തീയതി പരീക്ഷയാണ്, അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യത്തിലേക്കും കൂടി കിടക്കാം. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. നമ്മുടെ UPSCൻ്റെ വെബ്സൈറ്റാണ്. ഇതിലൂടെയാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ ഇവിടെ ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സെൻഡ് OTP കൊടുത്ത് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. മൊബൈൽ OTPയിലൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ യൂസർ ID പാസ്വേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ മെയിൽ ആൻഡ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഏത് മെത്തേഡെങ്കിലും സ്വീകരിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ PYQ ആവശ്യമുണ്ട് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. CDSൻ്റെ ഓൾറെഡി അവൈലബിളുമാണ്. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.